ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സ്കൂബ ടീമിന്റെ ബോട്ടാണ്. സ്കൂബ ടീം ഏകദേശം 6ഓളം വരുന്ന സ്കൂബ ടീമാണ് പരിശോധന നടത്തുന്നത്. ഈ പാലത്തിന്റെ മധ്യഭാഗത്ത് ബോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ആ ബോട്ടിൽ കയറ് കെട്ടി ആ മധ്യഭാഗത്തുള്ള ഈ തൂണിന്റെ വിവിധ വശങ്ങൾ കേന്ദ്രീകരിച്ച് അവർ പരിശോധന നടത്തുകയാണ്. ഇതിനുശേഷം ഇവിടെ കാര്യമായ ലീഡുകളൊന്നും ലഭിച്ചില്ല എങ്കിൽ തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിരിക്കാം ഒരുപക്ഷെ തീരുമാനിച്ചിരിക്കുന്നത്. ഡീപ് ഡൈവിംഗ് നടത്തുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡീപ് ഡൈവിംഗിലേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ ഈ ഓരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായ സാധനങ്ങൾ, വസ്തുക്കൾ കിട്ടുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു സാധാരണഗതിയിലുള്ള ഒരു ഡൈവിംഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഡീപ് ഡൈവിലേക്ക് മാറിയിരിക്കുന്നു. നേരത്തെ ഇവിടുത്തെ ഈ പെരിയാറായതുകൊണ്ട് തന്നെ തടിയും കല്ലുമൊക്കെ കിടന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയാണ് ഇപ്പോൾ ഡീപ് ഡൈവിംഗിലേക്ക് ഈ സ്കൂബ ടീം കടന്നിരിക്കുന്നത്. 6 അംഗ സംഘമാണ്. കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരിശോധനയ്ക്ക് എത്തിയത് തന്നെ. ഏകദേശം 1 മണിക്കൂറോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് മഴയും അതോടൊപ്പം വെളിച്ചക്കുറവും അക്കാര്യങ്ങളൊക്കെ എങ്ങനെ മറികടക്കാമെന്ന കൂടിയാലോചിച്ച ശേഷം അതെല്ലാം ഏറെക്കുറെ പരിഹരിച്ച ശേഷമാണ് അവർ ബോട്ടുമായി എത്തി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പുഴയുടെ ഓരത്ത് കേന്ദ്രീകരിച്ച് പരിശോധനയെങ്കിൽ ഇപ്പോൾ ഈ മധ്യഭാഗം ഏറെക്കുറെ ഒരു 3/4 ഭാഗത്തോളം ഉള്ള ഒരു 4ാമത്തെ കാൽ കേന്ദ്രീകരിച്ച് അവിടെ ബോട്ട് കെട്ടി ആ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ്. 2 പേരാണ് ബോട്ടിന് പുറത്ത് ഈ വെള്ളത്തിലിറങ്ങി പരിശോധന നടത്തുന്നത്. ഒരാൾ ഡീപ് ഡൈവിംഗ് നടത്തുകയാണ്, മറ്റൊരാൾ ഈ പ്രദേശത്ത് ഈ കാല് ഉള്ള ഭാഗത്ത് അതിന്റെ ഓരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഡീപ് ഡൈവിംഗ് അല്ലാത്ത പരിശോധന നടത്തുകയാണ്. നമ്മൾ ഇപ്പോഴും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുഹേൽ സൂചിപ്പിച്ചത് ഗോൾഡൻ അവർ ഒക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും പോലീസും നാട്ടുകാരും ഇത് കാണുന്ന എല്ലാവരും ഈ കുട്ടിയെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത അവൾ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നായിരിക്കും. നമ്മൾ ഇപ്പോഴും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആലുവയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ആലുവ നമ്മൾ ഇതേപോലെ ഒരു രാത്രി ഇത്തരത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി അന്വേഷിച്ച് നടക്കുകയും പിന്നീട് ആ കുഞ്ഞിന്റെ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വളരെ സങ്കടപൂർവ്വമാണ്. അത്തരത്തിൽ സാഹചര്യങ്ങളിലേക്കൊന്നും പോകരുത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നാണ് ആത്മാർത്ഥമായി ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. നമ്മളും അതോടൊപ്പം നാട്ടുകാരും പോലീസും ഒക്കെ അതിനുള്ളൊരു ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഒരു സമയം പോലും കഴിയാതെ, സാധാരണഗതിയിൽ ഇത്രയും ഇരുട്ടായി കഴിഞ്ഞാൽ ഒരു ഡീപ് ഡൈവിംഗിലേക്കൊന്നും പോകാത്തതാണ്. പിറ്റേ ദിവസം പകുതിക്ക് തെരച്ചിൽ നിർത്തി പിറ്റേ ദിവസം തെരച്ചിൽ തുടരാം എന്നാണ് തീരുമാനിക്കാറുള്ളത്. പക്ഷേ ഇതൊരു 3 വയസ്സുകാരിയാണ്. ആ കുട്ടിയുടെ ചിരിയൊക്കെ പോലീസുകാരെ തന്നെ വൈകാരികമായി അവരെ ബാധിച്ചിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും ഇടപെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിസന്ധികൾ ഒരുപാടുണ്ടെങ്കിലും അങ്ങനെ പരിശോധന നിർത്തേണ്ടതില്ല, നമുക്ക് പരിശോധന ഏറെ രാത്രിയായാലും തുടരാം, ഏതെങ്കിലും ഘട്ടത്തിൽ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ചെയ്യാം എന്ന ഒരു തീരുമാനം കൂട്ടായി എടുക്കുന്നത് പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് നാട്ടുകാരും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെളിച്ചക്കുറവാണ് പ്രതിസന്ധി ഉണ്ടാക്കിയതെങ്കിൽ ആ പ്രതിസന്ധി ഞങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞ് നാട്ടുകാർ ഒന്നാകെ വന്നു. അവർ പലയിടങ്ങളിൽ നിന്നായി ലൈറ്റുകൾ സംഘടിപ്പിച്ച് പാലത്തിന് മുകളിലൊക്കെ കെട്ടിയിരുന്നു. പിന്നീട് ഫയർഫോഴ്സിന്റെ വലിയ ഹൈമാസ ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വെളിച്ചക്കുറവ് പരിഹരിച്ചു. ആഴത്തിന്റെ നേരത്തെ ഒഴുക്കിന്റെ പ്രതിസന്ധികൾ ഇല്ല എന്ന് പ്രാഥമികമായി തന്നെ വിലയിരുത്തൽ നടത്തിയാണ് ഇവർ ഇറങ്ങിയത്. പക്ഷെ മഴ മാത്രമാണ് ഒരു വെല്ലുവിളിയായി ഇപ്പോഴും തുടരുന്നത്. മഴയുണ്ട്, പക്ഷെ നേരത്തെ അത്ര ശക്തമായ മഴയില്ല. അത് ഒരു അനുകൂല ഘടകമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മഴ കൂടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ഈ പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ആ കുട്ടിയെ കിട്ടണം. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതികൂല ഘടകങ്ങളും നമ്മളെ ബാധിക്കില്ല. അതിനെല്ലാം മറികടക്കാനുള്ള ഒരു സാങ്കേതിക കാര്യങ്ങളും അതോടൊപ്പം തന്നെ മനക്കരുത്തുമൊക്കെ നാട്ടുകാരുടെ ഒരു ഒത്തൊരുമയിലൊക്കെ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം ആ 3 വയസ്സുകാരിയുടെ ചിരി, നമ്മൾ കണ്ട ആ ചിരി, അതിനു വേണ്ടിയിട്ടാണ് ഈ തെരച്ചിലും ഈ നാടൊന്നാകെ കാത്തിരിക്കുന്നത്. ഈ രാത്രിയുള്ള ഏകദേശം 1 മണിയോടുകൂടി അടുക്കുന്നു, 1:30യോടുകൂടി അടുക്കുന്നു. അപ്പോഴും തെരച്ചിൽ തുടരുന്നത് ആ കുട്ടി തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പല ആളുകളും. നാട്ടുകാർ ഈ പുഴയിൽ മാത്രമല്ല, ഇതിന്റെ സൈഡ് മേഖലകളിലൊക്കെ, കാട് പിടിച്ച് കിടക്കുന്ന മേഖലകളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് പറയുന്നത് കുട്ടിയുടെ അമ്മയുടെ മൊഴി അനുസരിച്ച് പുഴയിൽ തന്നെ എന്നാണ്. പക്ഷേ നാട്ടുകാർ അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറല്ല. അവർക്ക് ആ കുട്ടിയെ തിരിച്ച് സന്തോഷത്തോടെ ആ ചിരിയോടുകൂടി വേണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നാട്ടുകാർ സ്വയമേ പലയിടങ്ങളിലുമൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. മൂഴിക്കുളം എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ആൾക്കാർ ഈ
മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച പരിശോധന നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇപ്പോൾ ആയി ഈ സ്കൂബ ഡൈവിങ്ങിന്റെ പരിശോധന നടത്തിയിട്ട്. പക്ഷേ കാര്യമായ ലീഡൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാലും പരിശോധന ഇപ്പോഴും തുടരാൻ തന്നെയാണ് തീരുമാനം. ഒരു തീരുമാനം, അതായത് പരിശോധന അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. കുറച്ചുകൂടി സമയം ഇത്തരത്തിൽ പരിശോധന പോകും. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ലീഡ് ഉണ്ടാകുന്നത് വരെ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതിന്റെ ഒരു ആകത്തുക ചിത്രം ഇങ്ങനെയാണ്. 9 മണിയോടുകൂടിയാണ് വാർത്ത പുറത്തു വന്നതെങ്കിലും 3 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് കാണാതായി എന്ന വാർത്ത വരുന്നു. കാണാതായി എന്ന വാർത്ത വരുന്നതിന് പിന്നാലെ അമ്മയെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു. അമ്മയോട് പല കാര്യങ്ങളും തിരിച്ചും മറിച്ചുമൊക്കെ പോലീസ് ചോദിക്കുന്നു. അങ്ങനെ അമ്മ ആദ്യഘട്ടത്തിൽ പറയുന്നത് കുട്ടിയെ താൻ പുഴയിൽ ഒഴുക്കിയ കാര്യം അല്ലെങ്കിൽ പുഴയിൽ തള്ളിയിട്ട കാര്യമൊന്നും പറയുന്നില്ല. അവർ മറ്റു ചില കാര്യങ്ങളൊക്കെ പറയുന്നു. കുട്ടി ജീവനോടെ ഉണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് അവർ നടത്തിയത്. പക്ഷെ പിന്നീട് ഓട്ടോ ഡ്രൈവറുടെ മൊഴി വരുന്നു. അതിന് പിന്നാലെ അച്ഛനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ഇതൊരു ബാഡ് ന്യൂസ് എന്ന് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നു. അങ്ങനെ പോലീസും ഈ പിതാവുമായി സംസാരിച്ചപ്പോൾ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അവരുടെ ബന്ധുവിന്റെ സഹായത്തോടുകൂടി ഈ അമ്മയോട് വീണ്ടും പോലീസ് ഒരു ശ്രമം നടത്തി നോക്കുന്നു. എവിടെയാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ വിട്ടുപോയതാണോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ഈ CCTV പുറത്തു വരുന്നത്. മുഴിക്കുളത്ത് അവർ തനിയെ, അതായത് കുട്ടിയുമായി പുറപ്പെട്ട ആ സ്ത്രീ മുഴിക്കുളത്ത് തനിയെ നിൽക്കുന്ന ഒരു CCTV ദൃശ്യം പുറത്തു വന്നത്. പിന്നാലെ മറ്റൊന്നും നോക്കിയില്ല. ഈ CCTV അവരെ കാണിച്ചു. ആ CCTV കാണിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു കുഞ്ഞെവിടെ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ എന്താണ് സംഭവിച്ചത് എന്ന് അവരുടേതായ വെർഷൻ അവർ പറഞ്ഞു. ഞാൻ കുട്ടിയെ ഈ മൂഴിക്കുളത്തെ പാലത്തിൽ നിന്ന് ഈ കാണുന്ന പെരിയാർ പുഴയിലേക്ക് ഇട്ടു. അതിനെനിക്ക് ചില കാരണങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിൽ കുറെ പ്രതിസന്ധികളുണ്ട്. ഭർത്താവുമായി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒക്കെ മനംനൊന്താണ് താൻ ഇത്തരത്തിൽ ചെയ്തത്. കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഉണ്ടായിരുന്നത്, താനും ജീവനൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കുട്ടിയെ സാധാരണ ഇതിനു മുൻപ് ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ കൊലപ്പെടുത്തിയ കേസുകളിലൊക്കെ കുറെ അധികം കേസുകളിൽ മാതാപിതാക്കളും അല്ലെങ്കിൽ മാതാവും ഒക്കെ സമാനമായ രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള നിലപാടുകളൊന്നും അവർ ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ഇനി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു മിസ്സിംഗ് കേസായാണ് ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അമ്മയുടെ മൊഴി അത് ലീഡ് ചെയ്യുന്നത് ഒരു മർഡർ കേസിലേക്ക്, ഒരു കൊലപാതക കേസിലേക്കാണ്. ഒരമ്മ സ്വന്തം മകളെ, ഒരു 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുന്നു. അത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് എന്നിട്ട് അവർ വളരെ സുഗമമായി അവർ ഇവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. അതാണ് ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടത്. അതിനൊരു ഉത്തരം കിട്ടണം. അത് എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു ഉത്തരം കിട്ടിയേ മതിയാകൂ. ആ കുഞ്ഞെവിടെ പോയി, ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു ഉത്തരം കിട്ടണം. അത് ആ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു ഉത്തരം മാത്രമല്ല, അത് ഈ പൊതുസമൂഹം ഒന്നാകെ ആ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സുഹൈല, വിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. രാത്രി വൈകിയും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, മഴയുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ വെല്ലുവിളികൾ വരുന്നു, ആ വെല്ലുവിളികളെ നാടൊന്നാകെ ഒന്നിച്ച് തരണം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചക്കുറവുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹൈമാസ് ലൈറ്റും പരിസരത്തെ ഒരു ചെറു ടോർച്ച് പോലും എടുത്ത് സാധാരണക്കാരെ, നാട്ടുകാരടക്കം തെരച്ചിലിന് പങ്കാളികളാവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും തിരച്ചിൽ അവിടെ തുടരുകയാണ്.